രാഹുൽ സാറിൻ്റെ കല്യാണത്തിന് പോവാം. പോകുന്നില്ലെന്നൊക്കെ വിചാരിച്ചിരുന്നതാ. സാറ് വിളിച്ച സ്ഥിതിക്ക് എങ്ങനെയാണ് പോവാതിരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി. ഞാൻ മാങ്കാങ്കുഴി ചെന്നിട്ടാണ് പോകുന്നത്. ചക്കുളത്തമ്പലത്തിൽ വെച്ചിട്ടാണ് കല്യാണം. അപ്പോൾ മാങ്കാങ്കുഴി ചെന്നിട്ട് മാവേലിക്കരയിൽ ചെന്നിട്ട് അവിടുന്ന് വണ്ടി പോകാനാണ്. അപ്പോൾ മാങ്കാങ്കുഴി എൻ്റെ ഒരു ഫ്രണ്ട് ആദിത്യ, അവൾ വരുമെന്ന് പറഞ്ഞായിരുന്നു. അവിടെ കൂടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകുന്നത്. ബാക്കിയുള്ളവരൊക്കെ ചെങ്ങന്നൂർ വഴിയാണ് വരുന്നത്. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ചുനക്കരയിലോട്ട് ഉള്ള വഴി. കുറച്ചധികം നടക്കാനുണ്ട്. എങ്കിൽ പോലും ഞാൻ സാധാരണ എന്നും സൈക്കിളിനാണ് കോളേജിലൊക്കെ പോകുന്ന സമയത്ത് രാവിലെ സൈക്കിളിന് ചുനക്കര വരെ പോയിട്ട് അവിടെ നിന്നാണ് ബസ് കയറി പോകാറ്. അപ്പോൾ ഇന്ന് ധാവണിയൊക്കെ ഉടുത്തത് കൊണ്ട് എനിക്ക് സൈക്കിളൊന്നും ഓടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് നടന്നു പോകാമെന്ന്. കുറച്ച് നടക്കാനുണ്ട്. ഇനി ചുനക്കര ചെന്നിട്ടാണ് മാങ്കാങ്കുഴിക്ക് വണ്ടി കയറിയിട്ട് അവിടുന്ന് മാവേലിക്കര. ഗൈസ്, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ അവിടെ ചെന്നിട്ട് വിശേഷങ്ങളൊക്കെ കാണാം. ഭാഗത്ത് നിന്ന് അങ്ങോട്ട് ഞാൻ ഒറ്റയ്ക്ക് ഉള്ളത് കൊണ്ട് ആദിത്യ എന്നോട് പറഞ്ഞു, എടി നമുക്ക് രണ്ടർക്കും കൂടെ പോകാം. അങ്ങനെ ഞാൻ മാങ്കാങ്കുഴി വന്നിട്ട് ആദിത്യയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അവൾ പത്തനംതിട്ടയിൽ നിന്ന് ബസ് കയറി ഇവിടെ വരുമായിരുന്നു. അപ്പോൾ അവൾ കയറിയ ബസ്സിൽ തന്നെ ഞാനും കയറി. ബസ്സിൽ കയറിയപ്പോൾ അവളെ കണ്ടു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് മാവേലിക്കരയിലോട്ട് വന്നു. മാവേലിക്കര ബസ് സ്റ്റാൻഡിൽ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ നിന്ന് ഡയറക്റ്റ് ചക്കുളത്തോട്ട് വണ്ടിയില്ലെന്ന്. അന്ന് പൊടിയാടി എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് ചക്കുളത്തേക്ക് ഡയറക്റ്റ് വണ്ടി എന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ മാവേലിക്കരയിൽ നിന്ന് പൊടിയാടിക്ക് ബസ് കയറി. പൊടിയാടി എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ടായിരുന്നു ബസ് സ്റ്റോപ്പിലോട്ട്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് നടന്ന് പൊടിയാടി ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തെങ്കിലും കുറേ കഴിഞ്ഞപ്പോഴത്തേന് ചക്കുളത്തേക്ക് വണ്ടി വന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കയറി ചക്കുളത്തമ്പലത്തിലേക്ക് എത്തി. ഇതിലേ ഞാൻ ചക്കുളത്തമ്പലത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു മെമ്മറിയിൽ ചക്കുളത്തമ്പലം കിടപ്പില്ലായിരുന്നു. ഞാൻ കണ്ടപ്പോഴേ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് പോയത്. കാര്യം ഞാൻ ഒറ്റയ്ക്ക് ഇതുവരെ ചക്കുളത്തമ്പലത്തിൽ പോയിട്ടില്ല. കൊച്ചിലെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർമ്മയിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ കാണില്ലല്ലോ. പിന്നെ ഇതാണ് അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചുള്ളിലോട്ട് ഇച്ചിരി നടക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ചക്കുളത്തമ്പലത്തിലോട്ട് പോകുന്നത്. ഞങ്ങളിവിടെ ഇറങ്ങിയപ്പോഴേ ഫസ്റ്റ് ഞങ്ങളുടെ കണ്ണിൽ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഈ വഴിപാട് സാധനങ്ങൾ നമ്മളെങ്ങോട്ട് മേടിപ്പിക്കുക എന്നതാണ്. നീ ആരും ശ്രദ്ധിക്കരുത്, അങ്ങോട്ട് വിളിക്കും. ഇവിടെ വന്നപ്പോൾ ഞങ്ങളെ കൺവീൻസ് ചെയ്യാണ് എണ്ണയും തിരിയും മേടിക്കാറ് കൊണ്ട്. എല്ലാവരും കൺവീൻസ് ചെയ്യാണ്. എത്ര പേരാ വരുന്നതെന്നറിയാമോ? കുറേ കടകളുണ്ട്. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വീട്ടിൽ നിന്ന് കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അമ്പലത്തിനകത്ത് കയറണമായിരുന്നു. അതുകൊണ്ട് ഞാൻ സമയം കളയാൻ നിന്നില്ല, അമ്പലത്തിലേക്ക് കയറി. അമ്പലത്തിനകത്തുനിന്ന് തൊഴുതിറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് വെളി വന്നപ്പോൾ രശ്മിയെ കണ്ടു. കൂടെ ലക്ഷ്മി സാന്ദ്രയുണ്ട്. അവളുമാർ തൊഴാനെ കൊണ്ട് അകത്തേക്ക് പോയായിരുന്നു. നിങ്ങളുടെ ട്രാവലിംഗ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ദൂരമൊക്കെ രശ്മി മനോജ് എങ്ങനെ ഉണ്ടായിരുന്നു? ദൂരം എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെയുണ്ട് നമ്മുടെ ആലപ്പുഴ ജില്ല? നല്ലതാണ്. സാറിൻ്റെ കല്യാണം ഇനി കണ്ടിട്ട് അഭിപ്രായം പറയാം. എല്ലാവരും റിവ്യൂ. രണ്ടെണ്ണം അമ്പലത്തിനകത്തോട്ട് കയറിയേക്കുക ഗൈസ്. ഇന്ന് നമ്മൾ വെയിലില്ല, ഭയങ്കര വെയിലാണ്. വെയിലില്ലാത്തടത്ത് നോക്കി പോയിരിക്കും. വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴത്തേന് രണ്ടെണ്ണം ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ഇതാണ് ലക്ഷ്മിയും സാന്ദ്രയും, രണ്ട് മലയാളം മങ്കികൾ. അവിടുന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഓഡിറ്റോറിയത്തിലോട്ട് നടന്നു. അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആയിരുന്നു ഓഡിറ്റോറിയം. പിന്നെ അവിടുന്ന് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ശ്രീ ചക്കുളത്തമ്മ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു രാഹുൽ സാറിൻ്റെ കല്യാണം. ഫ്രണ്ട്സ് ഗ്യാങ്ങുകളിൽ നമ്മളാണ് ഫസ്റ്റ് ഓഡിറ്റോറിയത്തിൽ ചെല്ലുന്നത്. ബാക്കിയുള്ളവർക്ക് വേണ്ടി നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നു. അവർ വരാൻ താമസിച്ചായിരുന്നു. അതുകൊണ്ട് നമ്മൾ ചെന്നിട്ട് നമ്മുടെ പരിപാടി തുടങ്ങി, ഫോട്ടോഷൂട്ട്. ആ എൻട്രിയുടെ അവിടെ ഒരു ബോഗൻവില്ല ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഞങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോയും സിംഗിൾ ഫോട്ടോയും എല്ലാം എടുക്കുമായിരുന്നു. എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ വെൽക്കം ഡ്രിങ്ക് കുടിക്കാനായി കൊണ്ട് ചെന്നു. അവന്മാർ വരുന്ന നോക്കിക്കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ വെയിൽ കൊണ്ട് തളർന്നു പോകും. അതുകൊണ്ട് ഞങ്ങൾ സമയം കളഞ്ഞില്ല, അവിടെ ചെന്നിട്ട് വെൽക്കം ഡ്രിങ്ക് കുടിച്ചു. ഞാനൊരു വാട്ടർമെലനാണ് എടുത്തത്. എനിക്ക് പൈനാപ്പിൾ അത്ര ഞാനങ്ങനെ കുടിക്കാറില്ല, ഇഷ്ടമാണ്, കുടിക്കാറില്ല. വാട്ടർമെലൻ ഞാൻ ഒരെണ്ണം എടുത്തു. അപ്പോൾ അവളുമാരെല്ലാം പൈനാപ്പിളും എടുത്തുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ അവളുമാരുടെ കയ്യിൽ നിന്നും കുറച്ച് പൈനാപ്പിൾ ജ്യൂസൊക്കെ മേടിച്ച് കുടിച്ച് ഞങ്ങളെല്ലാം അവന്മാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോഴത്തേന് അവരെല്ലാം ഇങ്ങ് വന്നു, അവന്മാരൊക്കെ വന്നു. രാഹുലും അഭിജിത്തും വന്നായിരുന്നു. രാഹുൽ ഫുൾ വെഡ്ഡിങ് മൂഡാണ്, ഓണായിട്ട് ഇവിടെ നിൽക്കുമായിരുന്നു. ഞങ്ങൾ സമയം കളഞ്ഞില്ല, ഞങ്ങൾ അകത്തേക്ക് പോയി.
അവിടെ കാഴ്ച കണ്ട് നിന്നപ്പോഴത്തേന് രാഹുൽ സാർ ഇങ്ങെത്തി. പിന്നെ എല്ലാവരും കൂടെ രാഹുൽ സാറിനെ ക്ഷണിക്കാനെ കൊണ്ട് താക്കോത്ത് പോയായിരുന്നു. സാറിനെ എല്ലാവരും കൂടെ ചേർന്ന് മണ്ഡപത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പോയി. അപ്പോഴാണ് ഇവിടെ നിന്ന് ഒരാൾ വ്ളോഗ് എടുക്കുന്നുണ്ട്. ഇതാണ് ബിസ്മി മിസ്. അപ്പോഴത്തേന് അവന്മാരും വന്നു, അനന്തനും കവിതയും എല്ലാവരും വന്നു. പിന്നെ ഞങ്ങൾക്ക് ഫ്രണ്ടിൽ സീറ്റ് കിട്ടി. അതുകൊണ്ട് ഞങ്ങൾ ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് കല്യാണം നല്ല രീതിയിൽ കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് കല്യാണപ്പെണ്ണും ഇങ്ങെത്തി. സാർ എന്നെ പറ്റി രണ്ട് അഭിപ്രായം. സുന്ദരിയല്ലേ? ഞങ്ങൾ ഫ്രണ്ട് ഇരുന്നപ്പോൾ ബാക്കിലിരുന്ന് കല്യാണം കാണുന്നൊക്കെ എല്ലാവരും. കവിത മോനെ ആനന്ദ കല്യാണം എങ്ങനെ? കല്യാണം പറ, കല്യാണം എങ്ങനെയുണ്ട് പറ. കല്യാണം വളരെ നല്ലതാണ്. ചിരിയായിരുന്നു. കല്യാണത്തിനെ പറ്റി റിവ്യൂ. നിങ്ങളിങ്ങനെ ഇരുന്നോ? നമുക്ക് പ്രായമായിട്ടില്ല, കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? മികച്ച ഫുഡായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഫുഡ് കഴിച്ചോ? ഇല്ലല്ലോ. മോനാനെന്താ എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം പറ. സൂപ്പർ കവിത മോനെ കല്യാണം തോന്നുന്നു പറ. കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. പിന്നെ സാറിന് മേടിച്ച ഗിഫ്റ്റും കൊണ്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോയി. സാറിനൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഫോട്ടോ എടുക്കാൻ ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നു. കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത്. പിന്നെ അറിയാമല്ലോ, ഈ ഓട്ടം കണ്ടാലേ അറിയാം എന്തിനാന്ന്. ഫുഡ് കഴിക്കാനുള്ള ഓട്ടമാണ്. എല്ലാവരും കൂടി താഴെ ചെന്ന് സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു തിരക്കാണ്. പിന്നെ ഞങ്ങളെല്ലാം കൂടെ ഫുഡ് കഴിക്കാൻ താപ്പോട്ട് പോയി. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു സ്ഥലത്ത് തന്നെ എല്ലാവർക്കും കൂടി ഇരിക്കാൻ സീറ്റ് കിട്ടി.
എല്ലാവരും കൂടി ഇരുന്നിട്ട് കഴിക്കാനൊക്കെ കൊണ്ട് തുടങ്ങി. വിശന്നത് കൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം വരെ മറന്നുപോയി. പിന്നാണ് ഓർത്തത് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഉള്ള വീഡിയോ എടുത്ത്. സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? നിറഞ്ഞോ? സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു ആകാശണ്ണ? നല്ലതായിരുന്നു. സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു വളരെ മികച്ച കവിത നല്ല സദ്യ. സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, പക്ഷെ നീ തിന്നാൻ സമ്മതിച്ചിട്ടില്ല. ഞാൻ എന്ത് ചെയ്തടാ? സദ്യ എങ്ങനെ ഉണ്ടായിരുന്നടാ? സൂപ്പർ ആയിരുന്നു. സദ്യ എങ്ങനെ ഉണ്ടായിരുന്നടാ? സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു പറ. എന്നാ ഇടത്തില്ല നല്ലത്. സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു മോളെ? മോനെ സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? മുത്തേ സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. അവരോടും അഭിപ്രായമൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ സാറുമാരിക്കുന്നുണ്ട്. പിന്നെ സാറുമാരുടെ അടുക്കലോട്ട് പോയി. ഫുഡ് ഇങ്ങനൊരു കല്യാണം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. നല്ല കുറേ കുട്ടികളും വന്നിരുന്നു. ഒരു കൊമേഴ്സിലെ എല്ലാ കുട്ടികളും ഉണ്ടായിരുന്നു. അത് ഇവരെല്ലാം എല്ലാ സ്ഥലത്തുള്ള കുട്ടികളായതുകൊണ്ട് ഇനി എന്തെങ്കിലും പറയാം. ഫുഡ് നല്ലല്ലായിരുന്നോ? രണ്ടുതരം പായസം, നാരങ്ങ, 5-6 നാരങ്ങ ഉണ്ട് ആ ബാഗിനകത്ത്. നാരങ്ങ നോക്കുക. കണ്ടോ കണ്ടോ സാറുമാരെ കല്യാണത്തിന് ഏത് കല്യാണത്തിന് പോയാലും 8 നാരങ്ങ വയ്ക്കും. നാരങ്ങയുള്ള പിടിയാനാണ് അച്ചാറിടാനാണോ? 8 നാരങ്ങ ഉണ്ടെങ്കിൽ ഞാൻ ഇതാണ് 8 നാരങ്ങയുടെ ആള്. ആ പാത്രം ഒരു നാരങ്ങ സാർ വിൻ സാർ റിവ്യൂ. കല്യാണം നല്ല സദ്യയായിരുന്നു. കഴിച്ചു. ഇത് വീട്ടിൽ പോലെ ഒരു കൈയോടെ കൊടുക്കണം. സാർ ടാറ്റ എല്ലാവർക്കും. ടാറ്റ ടാറ്റ സാർ ടാറ്റ ടാറ്റ. സാറുമാരോടൊക്കെ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ രാഹുൽ സാറിനോടും പറഞ്ഞിട്ട് ഞങ്ങളും പോകാനെ കൊണ്ട് ഇറങ്ങി. സമയം ഒരുപാടായിരുന്നു. ഇനിയും തിരിച്ച് ബസ്സിന് വേണം തിരിച്ച് പോകാൻ. എല്ലാവരോടും ടാറ്റ പറഞ്ഞിട്ട് ഞങ്ങളും അവിടെ നിന്ന് ഇറങ്ങി. രാഹുൽ സാറിൻ്റെ കല്യാണമൊക്കെ കൂട്ടിയിട്ട് തിരിച്ച് വന്നു. സാറിൻ്റെ കല്യാണം മൊത്തി കളറായിരുന്നു. എന്താ പറയുക, സത്യത്തെയും ഈ അടുത്തൊന്നും ഞാൻ ഇതുവരെ ഇങ്ങനൊരു കല്യാണം കൂടിയിട്ടില്ല. കുറച്ച് എന്താ പറയുക, ബസ്സിന് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വന്ന സമയത്ത്. ബസ് കുറേ നേരം വെയിറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു 5 മണിയൊക്കെ ആയി കാണും ഇവിടെ വീട്ടിലോട്ട് വരാൻ. കുറച്ച് താമസിച്ചു. പിന്നെ ഞങ്ങളുടെ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് വീട്ടിലോട്ട് നടക്കുമായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ രാഹുൽ സാറിൻ്റെ കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.